അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് മഴ തകർത്തിയായിട്ട് പെയ്യുകയാണ്. പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം 2025 അതിവിപുലമായി കടന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം മലയാള സിനിമയിലെ മലയാളത്തിൽ മാത്രം, കേരളത്തിൽ മാത്രമല്ല മലയാള സിനിമയ്ക്ക് മാർക്കറ്റ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒരു കൊല്ലം 2025 മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ മികച്ച കൊല്ലമായി മാറിയ 2025 രണ്ട് ചിത്രങ്ങളാണ് കോടികൾ വാരിക്കൂട്ടിയത്. ഏകദേശം 500 കോടിക്ക് മുകളിലുള്ള തുകയാണ് മലയാള സിനിമയ്ക്ക് മോഹൻലാൽ ചിത്രങ്ങൾ നേടിത്തന്നത്. രണ്ട് ചിത്രങ്ങൾ, എമ്പുരാനും തുടരും. വിദേശ മാർക്കറ്റുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ ഒരുപക്ഷെ കേരളത്തെക്കാൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ മലയാള സിനിമയ്ക്ക് നേടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗൾഫ് നാടുകൾ. ഗൾഫ് നാടുകളുടെ മലയാള സിനിമയുടെ കളക്ഷൻ തന്നെ ആയിരിക്കാം അതിൻ്റെ വിജയപരാജയങ്ങൾ ഒരുപക്ഷെ തീരുമാനിക്കും. പണ്ട് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ മലയാളികളും അതുപോലെ ഇന്ത്യക്കാരും ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ഗൾഫ് നാടുകൾ. അവിടെ മലയാള സിനിമ മലയാളികൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ അവിടെ ഏറ്റെടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഗൾഫ് നാടുകളിൽ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ 10 ചിത്രങ്ങൾ, ഗൾഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാശ് വാരിയ 10 ചിത്രങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതിൽ 4 ചിത്രങ്ങളും മോഹൻലാലിൻ്റെ ആണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഗൾഫ് കളക്ഷൻ നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എക്കാലത്തെയും ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഏത് രാജ്യങ്ങളെടുത്താലും നമ്പർ 1 ഈ ചിത്രം തന്നെയായിരിക്കാം. കാരണം എമ്പുരാൻ എന്ന ചിത്രം 2025 പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ലൂസിഫറിന് ശേഷം രണ്ടാം ഭാഗം എടുത്തു കഴിഞ്ഞപ്പം അത് കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിച്ച് മലയാള സിനിമയുടെ ഒരു വിസ്മയമായി മാറുകയാണ്. 9.72 മില്യൺ ഡോളറുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ഗൾഫ് മേഖലയിൽ ഈ ചിത്രം തന്നെ ഉദിച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ പറ്റുന്നത്. രണ്ടാം സ്ഥാനത്ത് മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെയാണ്. മോഹൻലാൽ ശോഭന കോംബോ ഒന്നിച്ചപ്പോൾ നമുക്ക് മലയാളത്തിന് കിട്ടിയ വിസ്മയമായ ഒരു വിജയം തന്നെയാണ്. 6.94 മില്യൺ ഡോളറുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ തുടരും ചിത്രം വിസ്മയ ചിത്രം തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. മൂന്നാം സ്ഥാനത്തും ഒരു മോഹൻലാൽ ചിത്രം തന്നെ. പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒന്നിച്ച ആദ്യ ചിത്രമായ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം 5.70 മില്യൺ ഡോളറുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് മോഹൻലാലിൻ്റെ അല്ലാത്ത ഒരു ചിത്രം തന്നെയാണ്. ടോവിനോയും കുഞ്ചാക്കോ ബോബനും ആസിഫ് അലിയും ഒക്കെ നിറഞ്ഞാടിയ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ കഥ പറഞ്ഞ ആ ചിത്രം 5.64 മില്യൺ ഡോളറുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നു. അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെ. മലയാളത്തെ വിസ്മയിപ്പിച്ച മോഹൻലാൽ പുലിയുമായി നിറഞ്ഞാടിയപ്പോൾ ആ പുലിമുരുകൻ 4.94 മില്യൺ ഡോളറുമായിട്ട് പുലിമുരുകൻ തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് മലയാളത്തെ വിസ്മയിപ്പിച്ച ഒരു ചിത്രമുണ്ട്. യുവതാരങ്ങൾ ഒന്നിച്ചപ്പോൾ ഗുണക്കേവിൻ്റെ കഥ പറഞ്ഞ ആ ചിത്രം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം 4.86 മില്യൺ ഡോളറുമായിട്ട് ആറാം സ്ഥാനത്ത് ഈ ചിത്രം കൈയടക്കിയിരിക്കുന്നത്. ഏഴാം സ്ഥാനത്ത് പഴപ്പാസിൽ നിറഞ്ഞാടിയ രംഗണ്ണനും കൂട്ടരും എത്തിയ ആവേശം എന്ന ചിത്രം. ആവേശം 4.26 മില്യൺ ഡോളറുമായിട്ട് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു. എട്ടാം സ്ഥാനത്ത് ഒരു മമ്മൂട്ടി ചിത്രമാണ്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രം എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം മാത്രം, ഭീഷ്മപർവം. ഭീഷ്മപർവം എന്ന ചിത്രം 4.23 മില്യൺ ഡോളറുമായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒമ്പതാം സ്ഥാനത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ വിസ്മയങ്ങൾ തീർത്ത ഒരു ചിത്രമാണ് ആടുജീവിതം. ബ്ലഫിയും പൃഥ്വിരാജും ഒന്നിച്ചപ്പം ഗൾഫ് മേഖലയും അത് നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിച്ച ചിത്രമാണ്. 80 മില്യൺ ഡോളറുമായിട്ട് ഈ ചിത്രം 9ാം സ്ഥാനം കൈയടക്കിയിരുന്നു. 10ാം സ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തെ വിസ്മയമായ ഒരു ട്രെൻഡിങ് ആയ ഒരു ചിത്രമാണ് നിവിൻ പോളി നായകനായ ചിത്രം പ്രേമം എന്ന ചിത്രം. നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, പ്രേമം എന്ന ചിത്രം തന്നെ. പ്രേമം 10ാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നു. 3.52 മില്യൺ ഡോളറുമായിട്ട് 10ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പ്രേമം എന്ന ചിത്രമാണ്. ഈ ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പം 5 ചിത്രങ്ങളിലെ 4 മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നുള്ളതാണ്
നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ 2025 എനിക്ക് തോന്നുന്നു 2 ചിത്രങ്ങൾ ഇറങ്ങി. ആ 2 ചിത്രങ്ങൾ 1-2 സ്ഥാനങ്ങൾ കൈയടക്കിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. മലയാള സിനിമ അങ്ങ് വിപുലമാവുകയാണ്. വിദേശങ്ങളിൽ ഗൾഫിലാണ് മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഒക്കെ വിശാലമായി പടർന്നു കിടക്കുന്നു. കാരണം എമ്പുരാനിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ വാതായനങ്ങൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയ്ക്ക് തന്നു. എമ്പുരാനും തുടരും അതുപോലെ തന്നെ ലൂസിഫറും പുലിമുരുകനും ഒക്കെ നേടിത്തന്ന പാതയിലൂടെയാണ് മലയാള സിനിമ ഇനിയും യാത്രയാകുന്നത്. അപ്പം പുതിയ ചിത്രങ്ങൾ മലയാളത്തിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം മലയാള സിനിമയെ കാതോർത്ത് കാത്തിരിക്കുകയാണ്. അതുതന്നെ മലയാള സിനിമയ്ക്ക് ഒരു സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. എത്തും വരെ ഓക്കെ ബൈ.